വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറികൾ. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടല്ല കേട്ടോ, കുറച്ച് ടിപ്സിൻ്റെ വീഡിയോ ആയിട്ട് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ കിച്ചണിൽ കുറേ നേരം സ്പെൻഡ് ചെയ്യാതെ വേഗം പെട്ടെന്ന് കാര്യങ്ങൾ തീർത്തിട്ട് പോകാൻ പോലത്തെ നോക്കില്ലേ. അപ്പോൾ നമുക്ക് ഒരു ദിവസം നമുക്ക് കുറച്ച് നേരം സമയം കണ്ടെത്തിയാൽ നമുക്ക് ഒരാഴ്ച ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ. കുറച്ച് സമയമെങ്കിൽ ഇതുണ്ടാവും കേട്ടോ കിച്ചണിൽ നിൽക്കാതെ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ എല്ലാ ആഴ്ച ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ സാധനങ്ങൾ മേടിക്കില്ലേ, അതെല്ലാം നമുക്ക് ആദ്യം തന്നെ മാറ്റി വയ്ക്കാം. എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഗ്രോസറിയിലേക്ക് പോകുമ്പോൾ സാധനങ്ങൾ മേടിക്കാം കേട്ടോ. ഇനി ഞാൻ ഇവിടെ കുറച്ചുകൂടി കൂടുതൽ മേടിച്ചിട്ടുണ്ടായിരുന്നേ, വെളുത്തുള്ളിയും ചെറിയുള്ളിയും അങ്ങനെയല്ലേ, അത് കുറച്ച് കൂടുതൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് എല്ലാം ഇട്ടിട്ട് നമുക്ക് സൈഡിലേക്ക് വയ്ക്കാം. ഒരു പാത്രം എടുക്കുക, അതിലേക്ക് കുറച്ച് വെള്ളം, ഇതെല്ലാവരും ചെയ്യണമെന്നുണ്ടാവും, പക്ഷെ ഞാൻ ചെയ്യാൻ രീതി കാണിക്കണമെന്നുണ്ടല്ലോ കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുറച്ച് നേരം വെക്കാം കേട്ടോ. നമ്മൾ പച്ചക്കറിയൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിട്ട് എടുക്കാറുള്ളത് കേട്ടോ. ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കണം കേട്ടോ. ഫ്രൂട്ട്സ് ആയാലും ഇങ്ങനെ ചെയ്തിട്ട് എടുത്താൽ നല്ലത് കേട്ടോ. ചെയ്യാത്ത ആൾക്കാർ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. കണ്ട ഈ സമയത്ത് തന്നെ നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ട് വെച്ചാൽ വൺ വീക്കിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ട് മാറ്റി വയ്ക്കാൻ പറ്റും കേട്ടോ. പിന്നെ പ്ലാൻ ചെയ്തിട്ട് വെച്ചാൽ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റേ. വെജിറ്റബിൾ മണ്ണാണ് നമുക്കിങ്ങനെ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഫ്രൂട്ട്സ് ആയാലും ഇങ്ങനെ ചെയ്തിട്ട് എടുത്താൽ മതിയേ. ഇനി നമുക്ക് സവാള എടുക്കണമെന്നുണ്ട് കേട്ടോ. ഞാൻ നാളെ ബിരിയാണി ഉണ്ടാക്കണമെന്നുണ്ട്, അതാണ് ആദ്യം തന്നെ കട്ടാക്കി വെക്കാറുണ്ട് കേട്ടോ, ക്ലീൻ ചെയ്തിട്ട് വെക്കാറുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ സവാള തന്നെ ക്ലീൻ ചെയ്യാൻ ആവശ്യമില്ല കേട്ടോ. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ മാത്രം എടുത്താൽ മതി. പിന്നെ ഇത് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് വെച്ചാൽ സവാളയും നമുക്കിങ്ങനെ ക്ലീൻ ചെയ്തിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പണികളൊക്കെ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അതിനാണ് ഒരാഴ്ചയിൽ 2 ദിവസം ഉണ്ടാവില്ലേ, നമുക്ക് ഫ്രീ ഉള്ള സമയം നോക്കിയിട്ട് ഇതെല്ലാം ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. കണ്ട ഇങ്ങനെ ആക്കി വയ്ക്കാം. ഇനി ആ സവാളയുടെ തൊള്ളില്ലേ, നമുക്കത് ചെടിയിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനൊരു ബോക്സിലിട്ട് വെക്കണമെന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ സിപ്പിലോ കവർ ബാഗിലേക്ക് ഇട്ട് വെച്ചാൽ മതി കേട്ടോ. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് എടുക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കണ്ണിൽ 2 വെള്ളം വരില്ലേ, അത് വരാതിരിക്കും കേട്ടോ. ഇങ്ങനെ ചെയ്ത് നോക്ക്. പിന്നെ ഇത് നമുക്ക് ചെടികളിലെല്ലാം ഇട്ട് കൊടുക്കാം. ഒരു കവറിലേക്ക് ഇട്ട് വെച്ചാൽ മതി കേട്ടോ. കണ്ട നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി എങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കാം കേട്ടോ. പെട്ടെന്ന് നമുക്ക് തുള്ളിയൊക്കെ മാറ്റാനെന്ന് നോക്കാം കേട്ടോ. മൊത്തത്തിൽ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റേ. എല്ലാ കറികളായാലും എന്തായാലും നമുക്ക് വേഗം ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. ഒരു ദിവസം മാത്രം കുറച്ച് സമയം കണ്ടെത്തിയാൽ മതി. കണ്ട ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ചതയ്ക്കാൻ കല്ലുണ്ടെങ്കിൽ അതെടുത്തിട്ട് അടച്ചാൽ മതിട്ടാ. എൻ്റെത് ഇല്ല, പോയി. ക്ലീൻ ചെയ്യാൻ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് എവിടെ പോയി എന്ന് അറിയില്ല, കിട്ടണതില്ല കേട്ടോ. കാരണം പിന്നെ ഞാൻ അങ്ങനെ കാണിച്ചത്. ഇത് നമുക്ക് ഒരു കവറിലൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. ആ വെളുത്തുള്ളിയുടെ അപ്പോൾ കുറേ ചെടികളിടുമ്പോൾ അത് തെറ്റിക്കെടുക്കുമ്പോൾ അത് നല്ല ഒരു ഇത് കിട്ടും കേട്ടോ. അപ്പോൾ തന്നെ ക്ലീൻ ചെയ്തിട്ട് എടുത്താൽ മതിയേ. കുറച്ച് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യണം പറയുമ്പോൾ അത് കുറേ കൂടി ഹെവി ആവുമേ. ഇനി നമുക്ക്
ഒരു പാത്രത്തിലേക്ക് വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു പരന്ന പാത്രം ഉണ്ടാവില്ലേ, അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമുക്ക് അത് ചെറിയൊരു വെയിലും ഉണ്ടാവില്ലേ, അവിടെ വെച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. ഒരു മണിക്കൂർ, നല്ല വെയിലുണ്ടെങ്കിൽ ഒരു മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ. ഞാനത് അവിടെ വെച്ചിട്ട് വന്നിട്ടുണ്ടേ. ബാൽക്കണിയിൽ അത് എടുക്കാൻ മറന്നുപോയി, വീഡിയോ എടുക്കാൻ മറന്നു. ഇനി നമുക്ക് ചെറിയുള്ളി ക്ലീൻ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പട്ടനായിട്ട് എടുക്കാൻ പറ്റേ. കണ്ട ചെറിയുള്ളി ഉണ്ട്, എല്ലാം കൂടിയിട്ട് ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ ഒറ്റ പിടിച്ചിട്ടുണ്ടാവില്ലേ, അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കണ്ട മൊത്തം നമുക്ക് ഇങ്ങനെ എടുക്കാം. ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയുള്ളി നന്നാക്കാന കാരണമുണ്ട് നമ്മൾ എടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ചെറിയുള്ളി മാത്രം യൂസ് ആക്കില്ല കേട്ടോ. വലിയ സവാള നമ്മൾ എടുക്കില്ല. അതേപോലത്തെ ഇങ്ങനെ ചെയ്തിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നാശാവില്ല കേട്ടോ, കുറേ നാളുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയൊരു ചൂടുവെള്ളം ഉണ്ടാവില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒഴിച്ച് കൊടുത്ത ശേഷം ഒരു മണിക്കൂർ സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ തന്നെ ക്ലീൻ ചെയ്താൽ പിന്നെ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റും കേട്ടോ. പിന്നെ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ക്ലീൻ ചെയ്യാനാണ് മാറ്റി വെക്കേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ സമയം പോകും കേട്ടോ. കണ്ട നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചില്ലേ, മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് ഒന്ന് കഴുകിയിട്ട് എടുക്കാം കേട്ടോ. നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയ ശേഷം നമുക്ക് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കാം കേട്ടോ. പച്ചമുളകും പിന്നെ ബീൻസ് എല്ലാം കൂടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തിട്ടെടുക്കാം. ക്യാരറ്റും എല്ലാം കൂടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാരറ്റ് ഇതിൽ എടുത്തിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കണ്ട പച്ചമുളക് നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് വെള്ളം പോയ ശേഷം ഇങ്ങനെ തണ്ടുണ്ടാവില്ലേ, അത് നമുക്ക് കളയാട്ടാ. കളഞ്ഞ ശേഷം കണ്ട ഇങ്ങനത്തെ സിപ്ലോ കവർ ബാഗുകൾ കിട്ടും കേട്ടോ. അത് നമുക്ക് മേടിക്കുക. മേടിച്ച ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയുള്ളിയും പച്ചമുളകും ഇതിലേക്ക് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാറുള്ളത് കേട്ടോ. പിന്നെ അതേപോലത്തെ വെളുത്തുള്ളിയും കണ്ട ഇങ്ങനെ ആക്കി വെച്ചാൽ പച്ചമുളക് കേട് വരില്ല കേട്ടോ. 2 മാസമെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. എടുക്കുമ്പോൾ എടുത്ത ശേഷം ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് വെച്ചാൽ മതി കേട്ടോ. ഇത് ഓൾറെഡി നമ്മൾ കഴുകിയിട്ട് വെള്ളമൊക്കെ പോയ ശേഷമാണ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് കേടുവരില്ല കേട്ടോ. കേട്ടോ നമ്മൾ ഞാൻ ബീൻസ് കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇനി പയർ നന്നാക്കിയിട്ട് എടുക്കാം. ഇവിടെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് പയർ, അതാണ് എപ്പോഴും ഉണ്ടാവും. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും പയർ കറിയും പയർ ഉപ്പേരിയും ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഞാനിത് ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. പകുതി ബോക്സിലാണ്, പകുതി ഞാൻ സിപ്ലോ കവറിലാണ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ സൗകര്യം അങ്ങനെ നോക്കിയിട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. കണ്ട ഇങ്ങനത്തെ ബോക്സുകൾ കിട്ടും കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് കട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് അടച്ചു വെച്ചാൽ മതി. ഇതിപ്പോൾ 2 പ്രാവശ്യം എടുക്കാൻ പറ്റും കേട്ടോ. കണ്ട ഇനി നമ്മൾ ചെറിയുള്ളി നന്നാക്കി എടുക്കാം. കണ്ട ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്പി എടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയെടുത്താൽ മതി. പെട്ടെന്നാവും കേട്ടോ, കുറേ സമയം ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്ക് വേസ്റ്റിലൊക്കെ ഇടേണ്ട, നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. കണ്ട എന്തിനാണ് ഞാൻ ആക്കി വെക്കുന്നുണ്ട്. നല്ല സിമ്പിൾ കേട്ടോ. നമ്മൾ ഓരോ ദിവസവും കുറച്ച് നേരം സമയം കണ്ടെത്തണം കേട്ടോ, എന്നാൽ നമുക്കിതൊക്കെ ചെയ്തിട്ട് എടുക്കാൻ പറ്റും.
പിന്നെ എല്ലാ ദിവസവും പട്ടനായിട്ട് പണികൾ കഴിയുമല്ലോ. ഇനി കണ്ട നമ്മൾ വെളുത്തുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ചൂടുള്ള സമയത്ത് വെച്ചാൽ പട്ടനാവട്ട. കണ്ട ഇപ്പോൾ തന്നെ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അതിൻ്റെ തൊളിയൊക്കെ പോണുന്നുണ്ട്. ഈസി ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ചെയ്ത് വെച്ചാൽ കുക്ക് ചെയ്യുമ്പോൾ ഈസി ആവില്ലേ. എനിക്കണ്ട ഞാൻ ബോക്സിലേക്ക് ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കണ്ട കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്പോൾ ബാക്കിയുള്ളത് മാത്രം ഒന്ന് കത്തി കൊണ്ട് എടുത്താൽ മതി കേട്ടോ. ഈസി ആയിട്ട് ആക്കിയിട്ടെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഈസി ആയിട്ട് മുരിങ്ങയില എങ്ങനെ ക്ലീൻ ചെയ്തിട്ടെടുക്കാൻ നോക്കാം കേട്ടോ. അതിൽ മാത്രം നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ എടുക്കാൻ നോക്കാം കേട്ടോ. ഇത് സിപ്ലക്ക് കവറിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 2 ആഴ്ചത്തോളം കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും. അത് പക്ഷേ നമ്മൾ എടുക്കുമ്പോഴും പിന്നെ ഇടുമ്പോഴും നല്ല ടൈറ്റായിട്ട് വെക്കണം കേട്ടോ. ക്ലോസ് ആക്കിയിട്ട് നമുക്ക് 2-3 ആഴ്ച ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെ ക്ലീൻ ചെയ്യാനെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാനിത് കുറച്ചും ക്ലീൻ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ട ഇങ്ങനെ എടുക്കുക. ഞാൻ വീഡിയോയിൽ കാണിക്കണമെന്നില്ലേ, ഇങ്ങനെ വെക്കുക കേട്ടോ. പിന്നെ തിരിച്ച് പിടിക്കുക, ഏറ്റവും പിടിക്കുക. കണ്ട ഇങ്ങനെ എടുക്കുക കേട്ടോ. ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ആ തണ്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കളയുക. അതിനുശേഷം പിന്നെ എടുക്കുക കേട്ടോ. കണ്ട നമ്മൾ എത്ര ഈസി ആയിട്ട് നമ്മൾ മുരിങ്ങയില നന്നാക്കിയിട്ട് എടുത്തോ. ഇനി ഇങ്ങനെ ടിപ്സായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ടിപ്സായിട്ട് കാണാം കേട്ടോ. ഞാൻ അടുത്ത പാർട്ട് 2 വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതേപോലത്തെ ഒരാഴ്ചയ്ക്ക് എങ്ങനെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വെക്കാൻ കാണിച്ചു തരാം കേട്ടോ. വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു.